ഫ്രണ്ട്സ് എല്ലാവർക്കും വിക്രത്തിൻ്റെയും വേദയുടെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ വിക്രം വേദേനെ ഇങ്ങനെ എടുത്തു തുറന്നിട്ട് ആ കട്ടിലാണ്ട് ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത്. കട്ടിലിട്ട് വേദ ഉറക്കെ നിലവിളിക്കുന്നുണ്ട്. ഈ നിലവിളി കേട്ടിട്ട് കമലാമ്മയും ശ്രീചേട്ടത്തിയും ഒക്കെ ഓടി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഓടി വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ വേദ പറയുന്നുണ്ട്, അമ്മേ വിക്രം കാണിച്ചു നോക്കുക, എന്നെ കൊണ്ടുവന്ന് ഈ കട്ടിൽ അങ്ങനെ ഇട്ടു, എനിക്ക് എൻ്റെ കാല് വേദനിച്ചിട്ട് വയ്യ അമ്മ, സഹിക്കുന്നില്ല വേദന എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട് വിക്രമിനോട്, നീ എന്ത് മനുഷ്യനാടാ, എന്താ പാവം പെൺകുട്ടിയോട് ഇങ്ങനെ ക്രൂരത ചെയ്യുന്നത്, നീ അവളൊരു പാവമായതുകൊണ്ട് നിനക്ക് അവളെ എന്തും ചെയ്യാമെന്നാണോ, മനസാക്ഷി ഇല്ലാത്ത വർഗത്തിനെ പോലെ കാണിക്കരുത് നീ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നത്, അമ്മ ഞാനതിന് ശ്രീചേട്ടത്തിയും പറയുന്നുണ്ട്, എന്താ വിക്രം നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടൂ, അവളൊരു പാവമല്ലേ, അവളൊരു പാവമായതുകൊണ്ട് നിനക്ക് അവളെ എന്തും ചെയ്യാനായിരുന്നോ, ഇനി അങ്ങനെ ചെയ്യോടാന്ന് പറഞ്ഞിട്ട് അവനെ കുനിച്ച് നിർത്തിയിട്ട് രണ്ടുപേരും കൂടി അടിക്കുന്ന സീനെ കാണിക്കുന്നുണ്ട് കേട്ടോ, തമാശ പോലെ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, വേണ്ടമ്മേ വേണ്ടമ്മേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, നേരെ തിരിച്ച് വേദ പറയുന്നത്, കൊടുക്കമ്മേ കൊടുക്കുക, നല്ല കൊടുക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ പറഞ്ഞു, നീ അവളെ എടുത്ത് നേരെ കടത്തുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പറഞ്ഞിട്ട് അമ്മയും ശ്രീചേട്ടത്തിയും പോകുന്നുണ്ട്. വിക്രം ഇത് കേട്ടിട്ട് അവളെ എടുത്തിട്ട് ഇനി കിടത്തിക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ വേദോട്. ആ കിടത്താം. എന്നിട്ട് നേരെ അവളെ ബെഡിൽ കിടത്തിയിട്ട് പറയുന്നുണ്ട്, ഇനി അച്ഛൻ്റെ തൈലോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കാല് ഉഴിഞ്ഞ് തരണോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഓ അത്രയൊന്നും വേണ്ട, ഇതന്നെ ധാരാളം പറയുന്നുണ്ട് കേട്ടോ. പിന്നെ വിക്രം പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാധേനെയാണ്. രാധ ദർശനം കാണാൻ പോവുകയാണ്. ദർശനം കാണാൻ പോയിട്ട് ദർശൻ്റെ ഓഫീസിലേക്ക് രാധ ദർശനോട് സംസാരിക്കുന്ന സീനാണ് കാണിക്കുന്നത്. രാധ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് സാറ് മുഴുവൻ പണം അടച്ചിട്ട് എൻ്റെ ഓട്ടോ തിരിച്ചെടുത്ത് തന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദർശൻ പറയുന്നുണ്ട്, അതിന് ആരും മുഴുവൻ പണം അടച്ചു, ഞാനാണ് മുഴുവൻ പണം അടച്ചതെന്ന് രാധയോട് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ സാറല്ലാതെ ആരാ അത് ചെയ്തത്, മുഴുവൻ പണം അടച്ച് രാധയുടെ ഓട്ടോ തിരിച്ചെടുത്ത് തന്നത് ഞാനല്ല എന്തായാലും, പക്ഷെ അത് ആരാണെന്ന് വെളിപ്പെടുത്താൻ എനിക്കിപ്പോൾ പറ്റില്ല, പൈസ തന്ന ആൾക്ക് അത് രാധ അറിയുന്നതിനോട് ഇപ്പോൾ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും രാധയ്ക്ക് ഇപ്പോൾ ഇത്ര അറിഞ്ഞാൽ മതി, ഞാനല്ല അത് ചെയ്തത് എന്ന്. എന്തായാലും രാധ ഓട്ടോ ഓടിച്ച് ആ പൈസ ആദ്യം തിരിച്ചു കൊണ്ടുതരാനുള്ള ശ്രമങ്ങൾ നടത്തൂ, അപ്പോൾ ഞാൻ പറയാം അത് ആരാണെന്ന്, പിന്നീട് പറയാമെന്ന് പറഞ്ഞിട്ട് രാധേനെ അയാൾ തിരിച്ചയക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാധ അവിടുന്ന് പോരുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദിനിയെടുത്തി രാധേനെ വിളിച്ച് പറയുന്ന സീനാണ് കേട്ടോ. രാധേനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നീ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താ എടുത്തി, നിനക്ക് നല്ലൊരു ഓട്ടം തരാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് രാധ ചോദിക്കുന്നുണ്ട്, എന്താ ഓട്ടോ എന്താ ഓട്ടോ നന്ദിനി എടുത്തി, വല്ല സ്കൂൾ ട്രിപ്പൊക്കെ ആണോ ചോദിക്കുന്നുണ്ട്. സ്കൂൾ ട്രിപ്പ്, എടി പൊട്ടത്തി, നീ ഇങ്ങനെ ഓട്ടോ ഇത് പറഞ്ഞ് നടന്നോ, ഇവിടെ വേദ വിക്രമും നല്ല അടുപ്പത്തിലിപ്പോൾ, ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ അവർ വിക്രം വേദേനെ കോരിയെടുത്ത് വട്ടം ചുറ്റുക, അവർ പുറത്ത് ആൾക്കാരെ കാണിക്കാനുള്ള വഴക്കും കീരി പാമ്പും പോലെയൊക്കെ ഉള്ളൂ, ശരിക്കും അവർ നല്ല അടുപ്പത്തിലാണ്, ഇനി അവനെ നിനക്ക് മഷി ഇട്ട പോലും കിട്ടില്ല മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ എരിപിരി കയറ്റാണ് കേട്ടോ. ഇത് കേട്ട രാധയ്ക്ക് ആകെ സങ്കടവും വിഷമമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്ദിനിയെടുത്ത് കോള് കട്ട് ചെയ്യുന്നുണ്ട്. നന്ദിനിയെടുത്ത് പറയുന്നുണ്ട്, ഇപ്പോഴാണ് സമാധാനമായത്, രാവിലെ തന്നെ ഒരാളുടെ മനസ്സിൽ എരിപിരി കയറ്റിക്കൊടുത്തപ്പോൾ എന്തൊരു സുഖം എന്ന് പറഞ്ഞിട്ട് ഫോൺ പിടിച്ചിങ്ങനെ നിൽക്കുന്ന നന്ദിനിയെടുത്തിനെയാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിനെ കേട്ടോ. വിക്രം ഒരു ഓട്ടോ വിളിച്ച് വർക്ക്ഷോപ്പിൽ എത്തിയിട്ട് അവൻ്റെ ഫോണും ബൈക്കും എടുത്തിട്ട് പോകാൻ നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഫോണിൽ കുറേ കോൾസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉള്ള ആൾക്കാരോട് ഇവൻ പറയുന്നുണ്ട്, ഇവൻ്റെ കൂട്ടുകാരോട്, ഈ ഫോണൊന്നും നിങ്ങൾക്ക് നോക്കാറുന്നില്ലേന്ന്. അപ്പോൾ അവർ പറയുന്നുണ്ട്, നിൻ്റെ ഫോണ് നീ ഇവിടെ വെച്ച് പോയത് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം, പിന്നെ ഞങ്ങളെങ്ങനെ നോക്കുക, പിന്നെ അത് സൈലൻറ്റിലായിരുന്നില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ശ്രീനിവാസൻ സാർ നിന്നെ കാണണം പറഞ്ഞിട്ട് ഒരാളെ വിട്ടിരുന്നു, അത്യാവശ്യമാണെന്ന് ഇന്നലെ പറഞ്ഞിരുന്നു, നീ എന്തായാലും ഒന്ന് പോയി നോക്കുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ ശരി പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രം വണ്ടി എടുത്ത് പോകുന്ന വിക്രത്തിൻ്റെ മുന്നിലേക്കാണ് രാധ ഓട്ടോയും കൊണ്ട് വരാണ് കേട്ടോ. എന്നിട്ട് ഇവനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, എന്താണ് നിനക്ക് വേണ്ടതെന്ന്. നീ എവിടേക്ക് കെട്ടിയെടുത്തേക്ക്, ഞാൻ ഓട്ടം പോവുകയാണെന്ന് പറയുന്നുണ്ട് രാധ പറയുന്നുണ്ട്. അത് എൻ്റെ മുന്നിലാണോ വണ്ടി കൊണ്ട് നിർത്തുന്നത്, ഓ നിങ്ങൾക്കിപ്പോൾ എന്നെയൊന്നും വേണ്ടല്ലോ, ഇപ്പം നിങ്ങൾക്ക് അവളെ മതിയല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തിൻ്റെ കേടാണ് വേദയെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ നിങ്ങളെ എത്ര വട്ടം വിളിച്ചു,
അപ്പോൾ വിക്രം പറയും, "നീ എന്തിനാ എന്നെ വിളിക്കുന്നത്? നീ എന്തിനാ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ പുറകെ നിന്നോട് ഇങ്ങനെ നടക്കണ്ടാന്ന്? അത് നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിന്നോട് അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ലാന്ന്. പിന്നെ പിന്നെയും പിന്നെയും എന്തിനാ നീ എൻ്റെ പിന്നാലെ നടക്കുന്നതെന്ന്?" വിക്രം ചോദിക്കുമ്പോൾ, "ഓ, എൻ്റെ വണ്ടി ഇന്നലെ ഫിനാൻസുകാർ കൊണ്ടുപോയി. അത് പറയാനാണ് നിങ്ങളെ ഞാൻ വിളിച്ചത്. ഞാനിപ്പോൾ നിങ്ങളുടെ പിന്നാലെ പിന്നാലെ നടക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായില്ലേ? അതെ, ഒക്കെ എൻ്റെ തെറ്റാ. അന്ന് ചോരയിൽ കുളിച്ച് കിടന്ന് നിങ്ങളെ ആശുപത്രിയിൽ എത്തിച്ചതും അന്ന് കള്ളക്കേസ് കുടിക്കുമ്പോൾ ജാമ്യത്തിലിറക്കാൻ ആരും ഇല്ലാണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഉള്ള പൈസ എടുത്ത് ഞാൻ നിങ്ങളെ ജാമ്യത്തിലിറക്കിയതൊക്കെ എൻ്റെ തെറ്റാണെന്ന് പറയാൻ കേട്ടോ." അത് കേൾക്കുമ്പോൾ വിക്രത്തിന് വിഷമാവുന്നുണ്ട്. "രാധേ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. മതി വിക്രമേട്ടാ, എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ നിങ്ങളെ കാത്തിരിക്കേണ്ടെന്നല്ലേ ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം? അവളെയും കോരിയെടുത്തിട്ട് ആ അടച്ചിട്ട വീട്ടിൽ ഡാൻസ് കളിക്കാനും ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ? ഇപ്പം നിങ്ങളുടെ മനസ്സിൽ അവൾ മാത്രമേ ഉള്ളൂ അല്ലേ? എന്തിനിങ്ങനെ വീട്ടുകാരും നാട്ടുകാരെയും കൊണ്ട് ഓരോന്ന് പറയിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് രാധ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, "ഞാൻ എന്ത് പറയിച്ചു എന്നാ? അവൾ എൻ്റെ ഭാര്യയാണ്. അവളെ അവളുടെ കൂടെ ഞാൻ അടച്ചിട്ട് വീട്ടിലോ തുറസായ സ്ഥലത്തോ ഇരിക്കുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം? അതുകൊണ്ട് ആരും എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയാൻ കേട്ടോ." അത് രാധയ്ക്ക് കിട്ടി ചുട്ട മറുപടി കേട്ടോ. രാധയുടെ മുഖത്തടിച്ച പോലത്തെ ഒരു മറുപടിയാണ് കേട്ടോ. "ചെറുപ്പത്തിൽ നിന്നോട് ഞാൻ അടുപ്പം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറൊരു രീതിയിലല്ല, നല്ലൊരു കൂട്ടുകാരിയായിട്ട് മാത്രമാണ്. അതിനപ്പുറം നിന്നോട് ഒരടുപ്പവും എനിക്കില്ല എന്ന് ഞാൻ നിന്നോട് ആദ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നീ എനിക്ക് ചിലവാക്കിയ കാശ് അത് ഞാൻ തിരിച്ചു തരുമെന്ന് പറയാൻ കേട്ടോ." അപ്പോൾ രാധ പറയുന്നുണ്ട്, "നിങ്ങളതെനിക്ക് തിരിച്ചു തന്നാൽ ഞാൻ നിങ്ങളുടെ മുഖത്ത് തന്നെ വലിച്ചെറിയും. എനിക്കിനി അതിൻ്റെ ആവശ്യമില്ല" എന്ന് പറഞ്ഞിട്ട് രാധ പോവാണ് കേട്ടോ. അപ്പോൾ വിക്രമിന് ആകെ എന്തോ പോലെ ആവുന്നുണ്ട് കേട്ടോ. രാധയോട് അങ്ങനെ ഒരു മറുപടി പറയണ്ട എന്നുള്ള രീതിയിലേക്ക് വിക്രമിന് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് റൂമിൽ തലനയുടെ മേലെ കാലൊക്കെ വെച്ച് കിടക്കുന്ന വേദനയാണ്. അപ്പോൾ അമ്മ റൂമിലേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അമ്മ ചോദിക്കുന്നുണ്ട്, "മോളെ നല്ല വേദന ഉണ്ടോ?" ചോദിക്കുമ്പോൾ രാധ പറയുന്നുണ്ട്, "ഉണ്ട് അമ്മ, നല്ല വേദന ഉണ്ട്." "എന്താപ്പം ഉണ്ടായത്?" ചോദിക്കുന്നത്. "അത് വിക്രം എന്നെ തല്ലാൻ ഓടിച്ചപ്പോൾ ഞാൻ ഓടിയപ്പോൾ വഴിക്ക് വീണതാന്ന് പറയാൻ കേട്ടോ." "തല്ലേ?" "ആ, അത് തമാശയ്ക്ക് ചൂലെടുത്തിട്ടൊന്ന് അടിക്കാൻ ഓടിയതാണ് അമ്മ പറയുന്നത്." "നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലായി എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്" എന്ന് പറയാൻ കേട്ടോ. "ഇപ്പോഴും നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് അമ്മ. അപ്പോൾ വേദ പറയുന്നത്, "പ്രശ്നമോ? പ്രശ്നമൊന്നുമില്ല അമ്മേ. അല്ല, ഇന്നലെ നിങ്ങൾ ഒറ്റയ്ക്കായിട്ടും നിങ്ങൾ തമ്മിൽ ഒന്നും നടന്നിട്ടില്ലല്ലോ. അത് സാധാരണഗതിയിലുള്ളൊരു ദാമ്പത്യം അല്ലല്ലോ അമ്മ ഞങ്ങളുടെ. സമയമെടുക്കും എല്ലാത്തിനും. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഇപ്പം അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാന്ന് വേദ പറയുന്നുണ്ടെങ്കിലും അമ്മയ്ക്ക് അതങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ അമ്മേനെയും വേദേനെയും കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. രാധയ്ക്ക് ചുട്ട മറുപടി വിക്രം കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ട് കാണാനുള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ. പിന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്